കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജീവിതാനുഭവങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ വരുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ഒരു കാര്യം പോലും, ദൈവം ചെയ്യുന്ന ഒരു കാര്യം പോലും നമ്മൾ മറക്കാൻ പാടില്ല. നന്ദിയുള്ളവരായിരിക്കും എന്ന് എഫെസ്യ ലേഖനം പറഞ്ഞല്ലോ. ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നുപോയി. ഒരു ജാതിക്കും ചെയ്തിട്ടില്ലാത്ത വലിയ മഹത്വമേറിയ അത്ഭുതങ്ങളാണ് ഇസ്രായേൽ ജനത്തിനോട് ദൈവം ചെയ്തത്. മിസ്രൈമിലെ ഇരുമ്പുലയിൽ ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. മരുഭൂമി യാത്രയിൽ അവരുടെ വസ്ത്രം പഴകുവാൻ ദൈവം അനുവദിച്ചില്ല. അവരുടെ ചെരുപ്പ് തേയുവാൻ ദൈവം അനുവദിച്ചില്ല. പാറയിൽ നിന്നും അവർക്ക് വേണ്ടി ദൈവം വെള്ളം ഒഴുക്കി കൊടുത്തു. അവരുടെ കൂടാര വാതുക്കൽ മന്ന പൊഴിച്ചു കൊടുത്തു. എത്രയോ അത്ഭുതങ്ങൾ അവർ ചെയ്തു, എത്രയോ അത്ഭുതങ്ങൾ അവരനുഭവിച്ചു. എന്നാൽ സമയത്തിൻ്റെ നീക്കത്തിൽ അവരെല്ലാം മറന്നു. പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ പിറുപിറുപ്പുകാരായി മാറി. തിരുവെടുത്ത് പറഞ്ഞു, ദൈവം മിക്ക പേരിലും പ്രസാദിച്ചില്ല. ദൈവം ചെയ്യുന്ന ഒരു കാര്യം പോലും നമ്മൾ മറക്കാൻ പാടില്ല. ഇസ്രായേൽ ജനം പലപ്പോഴും മറന്നു കളഞ്ഞു. അവരുടെ ചെറിയ ചെറിയ പ്രതികൂലം വന്നപ്പോൾ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത വൻ കാര്യങ്ങളും മറന്ന് അവർ പിറുപിറുപ്പുകാരായി മാറി. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറഞ്ഞത്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. തിരുവെടുത്ത് പറഞ്ഞു, ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതപ്പെട്ടുമിരിക്കുന്നു. പഴയ നിയമത്തിലെ ഓരോ ചരിത്രത്തിൽ കൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബൈബിൾ പ്രവചനങ്ങളൊക്കെ അക്ഷരം പ്രതി നിറവേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ കാണുമ്പോൾ, ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ നാം ഒരിക്കലും ഇസ്രായേൽ ജനത്തെ പോലെ പിറുപിറുപ്പുകാരാകരുത്. ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് 2002 എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഞാനത് ഓർത്തിരിക്കാൻ കാരണം എൻ്റെ ഡയറിയിൽ ഞാനത് കുറിച്ചിടാറുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും ഞാൻ അത് ഓർത്ത്, ദൈവം ചെയ്യുന്ന നന്മകളെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് ചെയ്യുന്ന ഒരു കാര്യം പോലും ഞാൻ മറന്നു കളയാൻ അനുവദിക്കത്തില്ല. അന്ന് എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സ്, മൂത്ത മകൻ നോബിളിന് 1.5 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3:30 ആയപ്പോൾ എൻ്റെ വൈഫ് ബിന്ദു എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇത് കടയിൽ പോയി വാങ്ങേണ്ട സാധനത്തിൻ്റെ ലിസ്റ്റാണ്, ഇത്രയും സാധനങ്ങൾ ഇന്ന് നമുക്ക് ആവശ്യമുണ്ട്, വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 5 കിലോ അരി, 1 കിലോ വൻപയർ, 1 കിലോ ചെറുപയർ, 1 കിലോ വെളിച്ചെണ്ണ, അങ്ങനെ വലിയൊരു ലിസ്റ്റ്. ഞാൻ പറഞ്ഞു, ബിന്ദു ഇതിനുള്ള പൈസ ഇല്ല, ഇതെല്ലാം കൂടെ വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 1000 രൂപയെങ്കിലും വേണ്ടി വരും. എൻ്റെ ലാഭപ്പാട് 200 രൂപയേ ഉള്ളൂ, ഇതുകൊണ്ട് എങ്ങനെ വാങ്ങാൻ കഴിയുന്നത്? ഇത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട്, ഇത് വാങ്ങണം എന്നിങ്ങനെ പുള്ളിക്കാരി പെട്ടെന്ന് പറഞ്ഞു. എനിക്കൊരു സൈക്കിളാണ് ഉള്ളത്. ഞാൻ ആ സൈക്കിളിൽ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒന്നും കൂടെ എൻ്റെ വൈഫിനടുത്ത് വന്നിട്ട് പറഞ്ഞു, ബിന്ദു ഇത്രയും സാധനം വാങ്ങാൻ പറ്റത്തില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാം, ഒരു 3 കിലോ അരി, ഒരു 1/2 കിലോ പയർ, 1/2 കിലോ ചെറുപയർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് പറയുക, പൊയ്ക്കോ, ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചിന്ത ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ നിന്നും കുന്നന്താനം കവലുള്ള മാവേലി സ്റ്റോർ വരെ ചെല്ലാൻ ഏകദേശം 3 മിനിറ്റ് സമയം മതി. ഈ 3 മിനിറ്റ് സമയത്തിനുള്ളിൽ ദൈവം എന്താ അത്ഭുതം ചെയ്യാനാ, എങ്ങനെ അതിനുള്ള സോഴ്സ് എന്ത് ചെയ്യേ എന്ന് ഞാൻ വിചാരിച്ചിട്ട് മനസ്സിലിങ്ങനെ പറഞ്ഞു, 2.5 കിലോ അരി, 1 കിലോ, 1/2 കിലോ ചെറുപയർ, 1/2 കിലോ വൻപയർ, ഇതൊക്കെ വാങ്ങാം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പെട്ടെന്ന് സൈക്കിൾ എടുത്ത് സഞ്ജീവമായിട്ട് മാവേലി സ്റ്റോറിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ യാത്ര ചെയ്ത് കുന്നന്താനം കവലയ്ക്ക് ഇപ്പുറത്ത് അന്നൊരു ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചുണ്ട്. ആ ബ്രാഞ്ചിൻ്റെ സൈഡ് വഴി ഞാൻ ഇടതുവശം വഴി സൈക്കിൾ ഓടി പോവാണ്. അപ്പോൾ എനിക്കെതിരായിട്ട് വലതുവശം കൂടി ഒരു പാസ്റ്റർ വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം അത് എന്നെ കൈ കാണിച്ചു. എൻ്റെ നാട്ടുകാരൻ തന്നെ ആയിരിക്കുന്ന അലക്സ് പാസ്റ്റർ, അന്ന് അദ്ദേഹം മുണ്ടിയപ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ്റെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് അന്ന് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടിയോടെ സൈക്കിളോടെ നിർത്തി. അദ്ദേഹം പെട്ടെന്ന് ബൈക്ക് അവിടെ വെച്ചിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. ഞങ്ങൾ അല്പസമയം സംസാരിച്ചു. പോകാൻ നേരത്ത് അദ്ദേഹം എൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്തിട്ട് പോക്കറ്റിലേക്ക് ഇട്ട് തന്നു. എൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട് തന്നത് എന്താണെന്ന് ഞാൻ നോക്കിയില്ല. സൈക്കിളിൽ വീണ്ടും ചവിട്ടി യാത്ര പുറപ്പെട്ടു. ഒരു അല്പദൂരം ചെന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ്, അദ്ദേഹം തന്നത് കൺവെൻഷൻ നോട്ടീസ് വല്ലതും ആണോ? എന്നാണ് കൺവെൻഷൻ? ആരാണ് പ്രസംഗകർ എന്നറിയാൻ വേണ്ടി ഞാൻ ഒന്ന് ആഗ്രഹിച്ചു. ആ പേപ്പർ നോക്കിയപ്പോൾ 500 രൂപ ഇരിക്കുക. ഞാൻ പെട്ടെന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. സൈക്കിൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും തിരിയുന്ന ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിനടുത്ത് എത്തിയപ്പോൾ ഒരു ചിന്ത മനസ്സ് വരികയാണ്, വഴിവെച്ച് കർത്താവ് 500 രൂപ തന്നല്ലോ, ദൈവത്തെ ആത്മാർത്ഥമായി സ്തോത്രം ചെയ്തില്ലല്ലോ എന്ന് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് സൈക്കിൾ അവിടെ നിർത്തി, മുണ്ടൊക്കെ താത്തിട്ട് ആ പൈസ കയ്യിലെടുത്തിട്ട് ഞാൻ
എൻ്റെ തലയ്ക്ക് മുകളിൽ 2 കൈ ഉയർത്തിയിട്ട്, കർത്താവേ നന്ദി, ദൈവത്തിന് സ്തോത്രം, ദൈവം കരുതിയല്ലോ, പൊയ്ക്കോ ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞില്ലേ, അത് ആ പ്രവചനം വാക്കുന്ന പോലെ അത് നിറവേറിയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അപ്പോൾ ആ നോട്ട് തെന്നുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് 500 രൂപ മാത്രമല്ല, അതിനകത്ത് വേറൊരു 500 കൂടി ഇരിപ്പുണ്ട്. മുഴുവൻ 1000 രൂപ ഇരിപ്പുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവം കരുതുകയായിരുന്നു. ദൈവമക്കളെ, ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ മാവേലി സ്റ്റോറിൽ ചെന്ന് എൻ്റെ വൈഫ് കുറിച്ച് തന്ന മുഴുവൻ സാധനങ്ങളും ഞാൻ വാങ്ങി. ഞാനൊരു ഓട്ടോ വിളിച്ച് ഞാൻ വാങ്ങിയ സാധനം മുഴുവനും ഓട്ടോറിക്ഷ കയറ്റി വീട്ടിൽ കൊണ്ടിറക്കി. അപ്പോഴേക്കും വീട്ടിൽ ആ സാധനം കൊണ്ടിറക്കിയപ്പോൾ വൈഫ് അമ്പരം നിൽക്കുക. എന്നോട് ചോദിച്ചു, ഇതെങ്ങനെയാ, ഇതെവിടുന്ന് പൈസ? ഉടനെ ഞാൻ പറഞ്ഞു, പൊക്കോ ദൈവം കരുതിക്കൊള്ളൂ എന്നല്ലേ പറഞ്ഞത്. ദൈവം കരുതി. ഇങ്ങനെ അലക്സ് പാസ്റ്ററെ കണ്ട കാര്യവും ഒക്കെ ഞാൻ അദ്ദേഹത്തിന് വൈഫിനോട് പറഞ്ഞപ്പം കർത്താവിന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. കൊണ്ടുവന്ന സാധനമെല്ലാം ഹാളിൽ വെച്ച് ഞാൻ, എൻ്റെ മോന്, 1.5 വയസ്സുള്ള മോന്, എൻ്റെ വൈഫ്, ഞങ്ങൾ 3 പേരും മുട്ടുമടക്കിയിരുന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. തന്ന ദൈവദാസനായി അലക്സ് പാസ്റ്ററെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞു, പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ വലിയൊരു കരുതൽ ഞാൻ അനുഭവിച്ചറിയുകയായിരുന്നു. എൻ്റെ വൈഫ് പറഞ്ഞു, പൊയ്ക്കോ ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ 3 മിനിറ്റിനുള്ളിൽ ദൈവം കരുതി. ഞാൻ മനസ്സിൽ വിചാരിച്ചത്, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി മാവേലി സ്റ്റോറി വരെ ചെല്ലാൻ 3 മിനിറ്റ് സമയം മതി, അതിനിടയ്ക്ക് ദൈവം എന്താ കരുതാനാണെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയി. അതിൻ്റെ ആ ജഡത്തിൽ വന്നൊരു ചിന്തയാണ്. പക്ഷേ കർത്താവിൻ്റെ കരുതൽ അത്ഭുതകരമായിരുന്നു. എൻ്റെ വൈഫ് വിശ്വാസ വാക്ക് പറഞ്ഞ സമയത്ത് തന്നെയാണ് കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന പാസ്റ്റർ അലക്സിനെ ഞങ്ങൾക്കുള്ള നന്മയുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ദൈവം ഇറക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുക. ഇന്ന് അദ്ദേഹം മുണ്ടിപ്പള്ളി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ പാസ്റ്ററായിട്ട് അദ്ദേഹം ശുശ്രൂഷിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ഓർത്ത് പലപ്പോഴും ദൈവത്തിന് നന്ദി പറയാറുണ്ട്. സദൃശവാക്യം 18:21 പറഞ്ഞുകൊണ്ട്, മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തോടുള്ള വാക്കുകൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വിളിച്ച് വരുത്തുവാൻ ഇത് കാരണമായി തീരും. അബ്രഹാം തൻ്റെ മകൻ ഇസ്ഹാക്കുമായി മോറിയാമലയിലേക്ക് പോകുമ്പോൾ ബാല്യക്കാരെ താഴെ നിർത്തി തുടർന്നുള്ള യാത്ര അവർ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ഹാക്കിനൊരു സംശയം ഉണ്ടായി. കാരണം അപ്പൻ യാഗം കഴിക്കുന്നത് ഇസ്ഹാക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. യാഗവസ്തുവില്ല കൂടെ, തീയുണ്ട്, വിറകുണ്ട്. അത് ഇസ്ഹാക്ക് അങ്ങോട്ട് ചോദിച്ചു, അപ്പനോട് ചോദിച്ചു, അപ്പം തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, യാഗവസ്തു എവിടെയും ചോദിച്ചു. വസ്തു വാക്കുവാനുള്ള കാര്യം ഈ ഇസ്ഹാക്കാണെന്ന് അബ്രഹാമിനറിയാം. പക്ഷെ അബ്രഹാം പറഞ്ഞത്, മോനെ യഹോവ കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുതൽ അബ്രഹാം പറഞ്ഞതുപോലെ തന്നെ മോറിയാമലയിൽ ദൈവത്തിൻ്റെ കരുതൽ അബ്രഹാം അനുഭവിച്ചറിഞ്ഞു. വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ദൈവം അവിടെ കരുതി വെക്കുകയായിരുന്നു. ദൈവമക്കളെ, നമ്മളും വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ ദൈവത്തിന്റെ കരുതൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വരികയാണ്. അതുപോലെ ദൈവം ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ, ഒന്നും മറക്കാൻ പാടില്ല. ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും സുഖകരമായ അവസ്ഥയായിരിക്കണമെന്നില്ല. ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം ഇസ്രായേൽ മക്കളെ പോലെ പുറപുറത്തു പോകരുത്. തിരുവെഴുത്ത് പറഞ്ഞു, ലോകാവസാനം വന്നെത്തിയിരിക്കും നമുക്കോ ബുദ്ധി ഉപദേശത്തിനായി എഴുതപ്പെട്ടുമിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരു ലോകാവസാനം വരാൻ പോകുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ ഭൂമി ശാശ്വതമല്ല. കർത്താവ് ഒരുക്കുന്നൊരു ഭവനമുണ്ട്. ആ ഭവനത്തിലേക്കുള്ള പുറപ്പാടിൻ്റെ കാലഘട്ടം ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടെ യാത്ര ചെയ്യാം. തിരുവെഴുത്ത് പറഞ്ഞു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.